ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി വർക്കിന് നമ്മൾ കയറ്റിയിട്ടുണ്ട്. നിലവിൽ വണ്ടിയുടെ കംപ്ലയിൻറ്റ് മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നു. മിസ്സിങ് കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ കാർബേറ്ററിൻ്റെയാണ് പ്രശ്നം. ഞാൻ കാർബേറ്റർ അഴിച്ചപ്പോൾ വീഡിയോ എടുത്തിടാൻ പറ്റാഞ്ഞതിൻ്റെ മെയിൻ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ കാർബേറ്റർ ക്ലീൻ ചെയ്ത് കയറ്റണ സമയത്ത് പെട്രോൾ ഓവർഫ്ലോ ആയിരുന്നു. അപ്പോൾ അത് ശരിയാവില്ല എന്ന് അറിയാതെ കൊണ്ട് നമ്മളത് ചെയ്ത് വിടണമെങ്കിൽ കഥയില്ലല്ലോ എന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ പിന്നെ കാർബേറ്റർ അസംബ്ലി മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരും. നിലവിൽ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. കാർബേറ്ററിനകത്ത് നമുക്ക് വന്നാൽ ഈ ഫ്ലോട്ട് ഇതിനകത്ത് വന്നത് ഈ കാർബേറ്ററിൻ്റെ നീഡിൽ, അതിൻ്റെ നീഡിൽ സെറ്റ് എന്ന് തന്നെ പറയാം. ഈ രണ്ട് ഐറ്റംസ് ഏകദേശം 300 ചില്ലാൻ രൂപ നമുക്കതിന് വില വരുന്ന സാധനമാണ്. ഇതൊക്കെ ദ്രവിച്ച് പോയേക്കാണ്. 383 രൂപ നമുക്കതിന് കോസ്റ്റ് വരുന്നത് കേട്ടോ. പിന്നെ വന്നത് ഫ്ലോട്ട് വാൽവ് എന്ന് പറഞ്ഞ യൂണിറ്റ്, ഇത് ഈ ഒരു സാധനം ഇത് സ്റ്റക്കായി പോയി, ഈ ഭാഗമൊക്കെ സ്റ്റക്കായി പോയേക്കാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യേണ്ട സമയത്ത്, കയറ്റണ സമയത്ത് കുഴപ്പമുണ്ടായില്ല. അത് കഴിഞ്ഞ് ഇപ്പോൾ അഴിച്ചു നോക്കുമ്പോൾ പെട്രോൾ ഓവർഫ്ലോ കണ്ടാൽ അഴിച്ചു നോക്കിയപ്പോഴാണ് ഇത് കംപ്ലൈൻ്റ് ആയിട്ട് കാണുന്നത്. നമ്മളത് റെഡിയാക്കി ഇട്ടാലും നിൽക്കില്ല. അപ്പോൾ അതാണ് നമുക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. മിനിമം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ കാർബേറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചാൽ ഒരു 4 പ്രാവശ്യമെങ്കിലും അഴിച്ചാലാണ് അത് ചൊവ്വാവുള്ളൂ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാർബേറ്ററും കംപ്ലൈൻ്റ് ആണ്. കാരണം പെട്രോൾ ഓവർഫ്ലോ എപ്പോൾ വേണമെങ്കിലും വരാം. നമ്മളിപ്പോൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മിസ്സിങ്ങിൻ്റെ കേസ് ഓക്കെ ആക്കിയിട്ടുണ്ട്. പക്ഷേ പെട്രോൾ ഓവർഫ്ലോ വന്നാൽ നമുക്ക് കാർബേറ്റർ മാറ്റാനാണ് പറ്റുള്ളൂ കേട്ടോ. പരമാവധി നമ്മൾ മാറ്റാതെ കൊണ്ട് നോക്കിയിട്ടുണ്ട്. കാരണം വെച്ചാൽ പുതിയ കാർബേറ്റർ മേടിച്ച് വെച്ചാലും നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ കിട്ടുന്നത് ഈ E20 എന്ന് പറഞ്ഞ പെട്രോളാണ്. അതിനകത്ത് 200 മില്ലി, ഇപ്പോൾ 1 ലിറ്ററിൽ 200 മില്ലി എത്തനോളാണ്. അത് 800 മില്ലി മാത്രമാണ് പെട്രോളുള്ളൂ. അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ മൂലം ഒട്ടുമിക്ക വണ്ടികളും 2023 മുമ്പുള്ള എല്ലാ വണ്ടികളും തന്നെ കംപ്ലയിൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടിക്കും കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. കാർബേറ്ററാണ് കംപ്ലയിൻറ്റ് കേട്ടോ. പ്രത്യേക കാരണം ഇതിൻ്റെ എയർ ഫിൽറ്ററും പ്ലഗൊക്കെ ഞാൻ അഴിച്ചു നോക്കി. പ്ലഗ് പുതിയ പ്ലഗാണ്, എയർ ഫിൽറ്റർ പുതിയ എയർ ഫിൽറ്ററാണ് കേട്ടോ. കാർബേറ്ററാണ് പ്രശ്നം. ഇനി കംപ്ലയിൻറ്റ് കാണിച്ച കാർബേറ്റർ മാറ്റി വയ്ക്കാനേ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ തൽക്കാലം അത് ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഓരോ പാർട്സുകളുടെ റേറ്റാണ്. അപ്പോൾ നീഡിൽ സെറ്റിന് മാത്രം 300 ചില്ലാൻ രൂപ വരുന്നുണ്ട്. പിന്നെ ഫ്ലോട്ട് വാൽവ് 171 രൂപ. പിന്നെ അതിനടുത്ത് ഈ സ്ലോ ജെറ്റ് ഏകദേശം ഒരു 70 രൂപ വരുന്നുണ്ട്. പിന്നെ കാർബേറ്റർ ക്ലീൻ ചെയ്ത് ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം, അതിൻ്റെ പൈസ വരും. ലേബർ ചാർജ് വരും. എങ്ങനെ നോക്കിയാലും 10,000 മുകളിൽ ചിലവാണ് കാർബേറ്റർ പ്രാവശ്യം അഴിക്കേണ്ടി വന്നത് തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ ഇട്ടേക്കാം. റെഡി ആവോ ഇല്ലയോ എന്ന് അറിയാതെ കൊണ്ട് നമ്മൾ ചെയ്ത് തന്നതിൽ അറിയില്ലല്ലോ. അപ്പോൾ ഓവർഫ്ലോ കംപ്ലയിൻറ്റ് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. കംപ്ലയിൻറ്റ് വന്നാൽ കാർബേറ്റർ അസംബ്ലി മാറ്റി കളയാം. പുതിയ കാർബേറ്റർ വെച്ചാലും പ്രത്യേകിച്ച് കാര്യമുണ്ടെന്നും തോന്നുന്നില്ല. ഈ പെട്രോൾ ഉപയോഗിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കംപ്ലയിൻറ്റ് വരും. അപ്പോൾ പരമാവധി വണ്ടി ഉപയോഗിക്കാതെ വെക്കരുത്. കാരണം പരമാവധി ഉപയോഗിക്കാണ്ട് വണ്ടി കയറ്റി വയ്ക്കുക. അല്ലെങ്കിൽ ഓട്ടം കുറവാണെങ്കിൽ പറഞ്ഞു തരാൻ കൊണ്ട് പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരും. അത് ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന പാർട്സിൻ്റെ പ്രശ്നങ്ങളൊന്നും അല്ല, നമ്മൾ ചെയ്യുന്നതിൻ്റെയും പ്രശ്നമല്ല. നിലവിൽ നമ്മുടെ പെട്രോൾ ഉപയോഗിക്കുന്ന പെട്രോളിൻ്റെയാണ് പ്രശ്നം. അത് ഒട്ടുമിക്ക വണ്ടിയിലും ഇപ്പോൾ കംപ്ലയിൻറ്റിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ വണ്ടിക്ക് അറിഞ്ഞിരിക്കുക. ഇനി കംപ്ലയിൻറ്റ് ഓവർഫ്ലോ ആയിരിക്കും മെയിനായിട്ട് വരാം. ഓവർഫ്ലോ മിസ്സിങ് കാണിച്ചാലും ഇനിയിപ്പോൾ കാർബേറ്റർ മാറ്റേ തരുള്ളൂ, വേറെ മാർഗ്ഗമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഇപ്പോൾ നിലവിലായേക്കണ എമൗണ്ടൊക്കെ ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് കൂടി കഴിഞ്ഞിട്ട് ബില്ലാക്കിയിട്ട് ഇവിടുന്ന് വിളിച്ചോളാം കേട്ടോ.